ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച രക്ഷിതാവായ ദൈവത്തിന്റെ ഒരു മഹാസന്ദേശത്തിന്റെ അല്പം ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കിടുവാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. മനുഷ്യകുലത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു മനോഹരമായൊരു ഭാഗ്യമുണ്ട്. ഈ ലോകത്തേക്ക് മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ കണ്ണീരോടെ, നിലവിളിയോടെ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ആ കരച്ചിൽ മുതൽ ആരംഭിക്കുന്നു ഈ ലോകത്തിലൊരു യുദ്ധം. അതിന്റെ പ്രാരംഭകാലങ്ങളിൽ ആ കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ ജീവിക്കാൻ വേണ്ടി അവർ കുഞ്ഞിനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നത്? അവർ പ്രകൃതിയോട് മല്ലുപിടിക്കുന്നു. ആ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമായ സാമ്പത്തികമായ വഴികൾ ഉണ്ടാകുവാൻ, ആ കുഞ്ഞിന് വേണ്ടതായ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ വേണ്ടതായ ജ്ഞാനവും കഴിവും ഉണ്ടാകുവാനൊക്കെ വളരെ പ്രയത്നങ്ങൾ ചെയ്ത് ഒരു തരത്തിൽ വളരെ യുദ്ധങ്ങൾ ചെയ്താണ് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. 4-5 വയസ്സായി കഴിയുമ്പോൾ സ്കൂളിലേക്ക് ആ കുഞ്ഞ് കടന്നു പോകുന്നു. ആ കുഞ്ഞിന്റെ പഠനകാലങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. ആ പഠനകാലത്തോടുകൂടി ആ കുഞ്ഞിന് മാനസികമായി വളരുവാൻ, ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നല്ലൊരു ജോലി നേടണം, എങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കണം, ഒരു നല്ല കുടുംബമായി എങ്ങനെ വളരണമെന്നുള്ള, അത് എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ, പ്രയത്നത്തോടെ അന്നു മുതൽ ഒരു യുദ്ധം, പോരാട്ടം ആരംഭിക്കുകയാണ്. അറിവ് നേടാനുള്ള ഒരു കാലഘട്ടമാണ്, പോരാട്ട കാലഘട്ടമാണ് എന്റെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിൽ തന്നെ അത് സമൂഹത്തിന്റെ പല തലങ്ങളിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ മുഖാന്തരം കൂട്ടുകാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ചർച്ചക്കാരാകട്ടെ, പഠിക്കുന്ന സ്കൂളുകളോ കലാലയ ശാലകളാകട്ടെ, അങ്ങനെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ അവന്റെ പ്രവർത്തന വിശാലതകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് പലതലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ് ഒരു യുവാവായി മാറുമ്പോൾ അവന് നല്ലൊരു ജോലി ആവശ്യം, യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ആവശ്യം, പാർക്കുവാൻ നല്ലൊരു ഭവനം ആവശ്യം. അതിനപ്പുറമായി ഒരു കുടുംബം തന്നെ അവന് ആവശ്യമായി വരികയാണ്. സമൂഹത്തിന്റെ തലങ്ങളിൽ കൂടി അവന് ജോലിയും കൂട്ടുകാരും ഉത്തരവാദിത്തങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു പോകുന്ന രേഖകളുണ്ട്. എന്നാൽ അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ വിവാഹദിനം ഏറ്റവും മംഗളകരമാണ്. തുടർന്ന നാളുകൾ അതിലും സന്തോഷകരമായി തീരേണ്ട നാളുകളാണ്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ അതെ, 1000 വിവാഹം നടന്ന ഈ കാലഘട്ടങ്ങളിൽ അതിന്റെ അവസാനത്തിൽ എല്ലാ വിഭാഗങ്ങളും ആ കുടുംബങ്ങളും പൂർത്തീകരണം കാണാതെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ, അത് ഒരു കുപ്പി ഗ്ലാസ് നിലത്ത് വീണ് ചിന്നുന്ന പോലെയോ പൊട്ടിത്തെറിക്കുന്ന പോലെയോ കുടുംബങ്ങൾ പൊട്ടിച്ചെറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന് പല മുഖാന്തരങ്ങളെ കാലഘട്ടങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങൾ കൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ സംസർഗങ്ങൾ, ഇടപെടൽ മുഖാന്തരം ഉണ്ടാകുന്ന അനേക വഴികൾ മുഖാന്തരം ഉണ്ടാകുന്ന പല കാര്യങ്ങൾ ഒക്കെ ഇതിന് കാരണമായി തീരാറുണ്ട്. പല കൗൺസിലിംഗ് സെന്ററുകൾ, അതുപോലെ തന്നെ അത് വേണ്ട പ്രിയപ്പെട്ടവരുടെ ഉപദേശങ്ങൾ, ചില സ്വാധീനങ്ങൾ മുഖാന്തരം അല്പസ്വല്പമായി എവിടെയൊക്കെയും ആശ്വാസം ലഭിക്കുന്നെങ്കിലും അത് മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും കുടുംബ തകർച്ചകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതികൾ വിവാഹമോചന കേസ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ട കോടതി ഇനി അത് കെട്ടിക്കിടക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് കാലതാമസം കൂടാതെ
പല കാര്യങ്ങൾക്കും അത് ഇരുകൂട്ടരെയും വിളിച്ചുകൊണ്ട് ഒത്തുതീർപ്പുണ്ടാക്കി വിവാഹമോചനം നിയമപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ആർക്കും അത് തള്ളിക്കളയാനും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വൃക്ഷം വളർന്ന് വലുതായി ഫലം കായ്ക്കുമ്പോൾ ഒരു കാറ്റടിച്ച് അതിന്റെ ഇലകൾ അല്ലാതെ കൊഴിയുന്ന പോലെ, കൊമ്പുകൾ പൊട്ടി വീഴുന്ന പോലെ, അതിന് വല്ലാത്തൊരു നാശം ഭവിക്കുന്ന പോലെ തന്നെ സമൂഹത്തിന്റെ നിലകളിലെ കൊമ്പടിഞ്ഞ വൃക്ഷങ്ങളെപ്പോലെ മനുഷ്യ ജീവിതങ്ങൾ പലതും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവയ്ക്ക് ഇവിടെ പരിഹാരം എവിടെ? അധികാര നിലങ്ങളിരിക്കുന്നത് മാതൃകയാകേണ്ട പലരും ജീവിതത്തെ കുഴഞ്ഞും തകർന്നും തളർന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ തലയുയർത്താൻ കഴിയാതെ, മുഖമുയർത്താൻ കഴിയാതെ വണ്ണം പലരുടെ മുമ്പിൽ അവർ തളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മൂലകാരണം എന്തെന്ന് മനുഷ്യൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ മൂലകാരണം മനുഷ്യൽ കെട്ടിക്കിടക്കുന്ന പാപമാണ്. മനുഷ്യൻ ആ പാപത്തിന്റെ ചിന്തകൾ പല തലങ്ങളിൽ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. മനുഷ്യന് അറിവ് ലഭിക്കുമ്പോൾ, കഴിവ് ലഭിക്കുമ്പോൾ, സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ, പല ബന്ധങ്ങൾ ലഭിക്കുമ്പോൾ അത് നല്ലതാണ്. എന്നാൽ അതിൽ കൂടെ തന്നെ പല തലങ്ങളിൽ ഒരു വിശ്വത്തിന് എത്തിക്കണ്ണി പോലെ ഈ ദോഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എവിടെ? മനുഷ്യന്റെ ജന്മം തന്നെ പാപകരമായ ഒരു ശരീരത്തിലാണല്ലോ. മനുഷ്യന്റെ വളർച്ചയും പാപചിന്തകളും പാപത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. മനുഷ്യ സഞ്ചാരങ്ങളിലും ഇടപെടലുകളും വർത്തമാനങ്ങളിലും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഡീലുകളിലും ഒക്കെയും പല തലങ്ങളിൽ പല പ്രയാസങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കൊരു പരിഹാരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തേക്ക് അവതരിച്ച് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക. 1900 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് താളവുകളിലേക്ക് ഇറങ്ങി വന്ന അരിമനുഷ്യകനായ ദൈവത്തനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം മനുഷ്യകുലത്തിന് പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും മോചനം തരുവാനുള്ളൊരു മാർഗമാണ്. ഞങ്ങളും ഇങ്ങനെ പാപത്തിന്റെ ആ കരാളകസ്യങ്ങൾ പിടിക്കപ്പെട്ട് പല തലങ്ങളിൽ തകർന്നവരായി, മുറിഞ്ഞവരായി, വേദനപ്പെട്ടവരായി പലപ്പോഴും ജീവിക്കേണ്ട എന്ന് തോന്നിപ്പോയ സ്ഥാനങ്ങളിൽ ഞങ്ങള് ഈ സ്നേഹത്തെ കണ്ടെത്തുവാനൊക്കെ ഇടയായിത്തീർന്നു. ഈ സ്നേഹം ഞങ്ങളിലേക്ക് പിടിച്ചപ്പോൾ ജീവിതത്തിൽ അറ്റുപോയ ബന്ധങ്ങളിൽ ഒരു മടങ്ങിയൊരു സാധ്യമായി, ജീവിതത്തിൽ സന്തോഷം സാധ്യമായി, സമാധാന ജീവിതത്തിൽ ലഭിച്ചു. ആർക്കും തരാൻ കഴിയാത്തൊരു ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് ലഭിപ്പതൊക്കെ ഇടയായിത്തീർന്നു. മാത്രമല്ല ഞങ്ങളുടെ വലിയ പ്രത്യാശയുണ്ട്. മനുഷ്യന്റെ ജീവിതം പാപം ചെയ്ത ദേഹി മരിക്കും. 70, 80 അല്ല 90, 100, 110 വയസ്സം കഴിയുമ്പോൾ മനുഷ്യ ലോകത്തിൽ മരണമുഖാന്തരം മാറ്റപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് എന്ന് നശിക്കുകയല്ല, അത് മറ്റു തലങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അവനെ ക്രൂശിമരണ മുഖാന്തരം പുതിയൊരു ജീവിതം, സമാധാനപരമായൊരു ജീവിതം ദൈവത്തെ കൂടെ ദാനമായി ലഭിക്കുകയാണ്. ആ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിമിത്തമാണ് ഞങ്ങൾ ഇത് വിളിച്ചറിയാനൊക്കെ ഇടയായിത്തീരുന്നത്. ഈ ലോകത്തിൽ ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു. അല്ല, ഈ സന്തോഷം ഞങ്ങൾ വളരെയധികം ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും സമാധാന സന്തോഷമില്ലാതെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മുറിവുകളും വേദനകളും സങ്കടങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, അരിപരിശുദ്ധനായ യേശുവിന്റെ അരികെ ചെന്ന് നിന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് പുതിയൊരു ജീവിതം, പുതിയ സന്തോഷകരമായ ഒരു കുടുംബം ദൈവം ദാനമായി നൽകി തരും. യേശു നിങ്ങൾ അതിനു വേണ്ടി സഹായിക്കേണ്ട ശക്തി ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.